ആ ഒരു കളർ ടോണും തീമൊക്കെ തല്ലുമാല പോലെ തന്നെ വന്നിട്ടുണ്ട്. എങ്കിലും സ്റ്റോറി ഡിഫറെന്റ് ആണ്. പിന്നെയും കൊള്ളാം, നല്ല ഒരു വ്യത്യസ്തത ഉണ്ട്, കൊള്ളാം. ലേറ്റ് ആയിട്ടാണ് കയറിയത്, കുഴപ്പമില്ല, നല്ല സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞ കുഴപ്പമില്ല, ഫ്ലോയിൽ കുഴപ്പമില്ല. കൊള്ളായിരുന്നു. അടിപൊളി പടം തന്നെ, നോക്കാം, കുഴപ്പമില്ല. നല്ല പടമാണ്. പടം ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ബേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഡിഫറെന്റ് മൂവി ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയില്ല ഒരു സ്റ്റോറി ബേസ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ കുറച്ച് ഫീൽ ചെയ്തു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഫീൽ ഗുഡ് ആണ്. എനിക്കിഷ്ടമായി ആക്ച്വലി, സീരിയസ്ലി നല്ലതാണ് ബ്രോ. ഫസ്റ്റ് ഹാഫ് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി, പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസാണ്. പല റിവ്യൂസും ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സെറ്റ് ഉണ്ടായിരുന്നു, പടം കയ്യിൽ നിന്ന് പോയെന്നല്ല. പക്ഷെ നൈസാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമായി, സൂപ്പർ. നല്ല പടം തന്നെ, ബോറില്ല നമുക്ക്. തല്ലുമാല അത് വേറൊരു വെർഷനായിട്ട് വരും. തല്ലുമാലൊന്നും പറയാൻ പറ്റൂല, കൂടുതലായിട്ടൊന്നും പറയാനൊന്നും. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം അഭിനയം എല്ലാം നല്ലതായിരുന്നു. ടോവിനോടെ ജീവിതമായിട്ട് വരുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അഭിനയം കൊള്ളായിരുന്നു, പടം കൊള്ളാം. വലിയ അടിപൊളിയൊന്നുമല്ല, പോരാ. പടം പോരാ, കണക്റ്റ് ആയില്ല ഒട്ടും, അതാണ് പ്രശ്നം പറ്റിയത്. ട്രെയിലറൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇപ്പൊ ജെയിൻലാലാണ് ഡയറക്ടർ, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാണെന്ന് വിചാരിച്ചു, പക്ഷെ കണക്ട് ആയില്ല. അത് അങ്ങനെ ഹൈപ്പൊന്നും ഇല്ലാണ്ടാ കണ്ടത്, ജസ്റ്റ് ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. വലിയ തെറ്റുമില്ല അങ്ങനെ പറഞ്ഞു. കൂടുതൽ അതില് ടോവിനോന്റെ സ്വാഗ് നല്ലതാ, പിന്നെ സൗബിന് ഇച്ചിരി ഓവറായെന്ന് തോന്നുന്നു. വലിയ സുഖമില്ല, 2-3 കോമഡി സീനൊക്കെ ഉണ്ട്, അല്ലാതെ മൊത്തത്തിൽ നോക്കുമ്പോ ആവറേജ് ആ രീതിയിലാണ്. കണ്ടിരിക്കുക, ഒരു പ്രോഗ്രഷൻ ഒന്നും ഇല്ല. അവിടെ ഇവിടെയൊക്കെ നല്ല സീൻസ് ഉണ്ട്, പക്ഷെ കണ്ടിരിക്കാവുന്നതാണ്. നല്ല ടൈപ്പില്ല. തുടക്കത്തിലൊക്കെ അങ്ങനെ ഒരു വൈബ് തോന്നിക്കുന്നുണ്ട്, പിന്നെ ഫുൾ ഡ്രാമയായിട്ടാ പോകുന്നത്. ആവശ്യമില്ലാത്തൊരു അടി ഇടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ മൊത്തത്തിലൊരു ഡ്രാമയാണ്. കോമഡി ഒന്നും അങ്ങനെ വർക്ക് ആവുന്നൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കും. ബിലോ ആവറേജ് ആണ്. സിനിമ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, ലൈക്ക് അത് തന്നെയാണ് ഒരു മൂവി ആയിട്ട് ഒരുക്കുകയാണ്, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ സ്ക്രിപ്റ്റ് വലിയ സീനില്ല. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു, നല്ല പടം. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വിചാരിച്ച് വന്നത്, അതായത് നമ്മൾ റിവ്യൂ ഒന്നും നോക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. അടിപൊളി, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവിയാണ്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ നല്ല മൂവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല മൂവിയാണ്, കുഴപ്പമില്ല. ഒരു തല്ലുമല ടൈപ്പ് ഒന്നും അല്ല, അതൊരു വേറെ വൈബ് മൂവി, ഇതൊരു വേറെ വൈബ് മൂവി, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഒരു ലാഗ് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ല, ലാഗൊന്നുമില്ല, നല്ല മൂവിയാണ്, കുഴപ്പമില്ല, ആവറേജ്. വളരെ നല്ല പടമായിരുന്നു, നല്ല അഭിനയമായിരുന്നു, പുതിയ കണ്ടന്റ് ആണ്. നല്ല ബോറൊന്നും ഇല്ലാതെ നല്ല പടമായിരുന്നു. കൊള്ളാം. അല്ലല്ല മനസ്സിലായില്ല എന്താന്ന്. ഓ അങ്ങനെ വളരെ നന്നായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു ബാക്കാണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ, എനിക്ക് അറിയൂടല്ലോ ബാക്ക് എന്താണ്. ഇനി എന്നാ പറയാനുള്ളതെല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ ട്രെയിലർ നോക്കിയില്ല, ഞാൻ ചുമ്മാ ഇന്ന് ഫ്രീ ആയിട്ടിരുന്നൊക്കെ ഇറങ്ങാന്ന് വെച്ച് ഇറങ്ങവേ.